റിവിറ്റ് MEP മലയാളത്തിന്റെ 49ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കർട്ടൺ വാളിനെ കുറിച്ചാണ്. കർട്ടൺ വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെയിം വാൾ പോലെ തന്നെ, പക്ഷേ അതിലൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾ എന്ന് പറയുന്നത് ഗ്ലാസ് ടൈപ്പ് വാളായിരിക്കും. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചറിൽ വന്നതിന് ശേഷം നമ്മൾ സെയിം വാൾ തന്നെയാണ് എടുക്കേണ്ടത്. വാൾ എടുത്തതിന് ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കർട്ടൺ വാൾ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഉണ്ട്. ഓക്കെ, കർട്ടൺ വാൾ. ഇവിടെ പല ടൈപ്പ് കർട്ടൺ വാളുകൾ കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ്, ഇതിപ്പം നോർമൽ വാളുകളാണ്, പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും ഗ്ലാസ് ടൈപ്പ് വാളായിട്ട് വരും. അപ്പോൾ നമുക്ക് കർട്ടൺ വാൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഏതെങ്കിലും ലെവലിലേക്ക് വരികയാണ്. ഓക്കെ, ലെവൽ 1 തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ടൊരു കർട്ടൺ വാൾ വരച്ചു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആർക്കിടെക്ചറിലേക്ക് വന്ന് വാൾ എടുത്തു. ഓക്കെ, വാൾ എടുത്തതിന് ശേഷം നേരെ കർട്ടൺ വാളിലേക്ക് പോകുകയാണ്. കർട്ടൺ വാളിൽ പല കാറ്റഗറീസ് ആയിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു കർട്ടൺ വാൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ വരയ്ക്കിപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ലൊക്കേഷൻ ലൈൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ബാക്കിയെല്ലാം നമുക്ക് ഇതിൽ കൊടുക്കാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് എങ്ങോട്ടാണ് വാൾ പോവേണ്ടതെന്നുള്ള കാണിച്ചു കൊടുക്കാം. ഡെപ്ത് ആണോ ഹൈറ്റ് ആണോ എന്നൊക്കെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, അതുപോലെ ലെവലെല്ലാം കാണിച്ചു കൊടുക്കാനായിട്ടൊക്കെ കഴിയും. ബാക്കി ഓപ്സെറ്റ് ആണെങ്കിൽ ഓപ്സെറ്റ്, ബാക്കിയെല്ലാം കൊടുക്കാൻ കഴിയും. പക്ഷേ ലൊക്കേഷൻ ലൈൻ മാത്രമേ കൊടുക്കാതെ പറ്റാതെ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു വോൾ വരയ്ക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു ഗ്ലാസ് മോഡൽ വരും. ഓക്കെ, നമുക്ക് നോക്കാം. അതിനുശേഷം ഞാനിവിടെ 3D വ്യൂയിലേക്ക് പോകണം. അതിന് വ്യൂ എടുത്തതിന് ശേഷം ഇവിടെ 3D വ്യൂ എടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ റിയലിസ്റ്റിക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, റിയലിസ്റ്റിക്കിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് പാനലാണ് കിട്ടുന്നത്. ഇത് സെയിം വോൾ പോലെ തന്നെയാണ്. നമ്മൾ ലെവൽ 1 മുതൽ ലെവൽ 2 വരെ നമ്മൾ ഏത് ലെവലാണോ കൊടുക്കുന്നത് ആ ലെവൽ വരെ നമുക്ക് വോളായിട്ട് തന്നെ കിട്ടും. ഓക്കെ, പക്ഷേ ഇത് നോക്കപ്പോൾ അറിയാം, ഇതൊരു സിംഗിൾ പീസായിട്ടാണ് ഈ ഒരു ഗ്ലാസ് പാനൽ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. നമുക്കറിയാം, നമുക്ക് ബിൽഡിങ്ങിലൊക്കെ ഇതുപോലത്തെ ഒരു സിംഗിൾ പീസായിട്ടൊന്നും ഇടാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്, അത് പോസിബിൾ അല്ല. കാരണം അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കർട്ടൺ വാളിനെ കൃത്യമായ മെഷർമെന്റിൽ കട്ട് ചെയ്ത് അതിലേക്ക് ഫ്രെയിം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെവൽ 1ലേക്ക് വന്നിട്ടുണ്ട്. ലെവൽ 1ൽ വന്നതിന് ശേഷം ഞാനിവിടെ ആർക്കിടെക്ചറിലേക്ക് വേണം. ആർക്കിടെക്ചറിൽ ഇവിടെ കർട്ടൺ ഗ്രിഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത ശേഷം എനിക്ക് കർട്ടൺ വാള് കൃത്യമായ മെഷർമെൻറ്റിൽ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഒരു കൃത്യമായൊരു ഡിസ്റ്റൻസിലൂടെ കട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് പോകാനായിട്ടൊക്കെ സാധിക്കും. എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇനി 3D വ്യൂയിലേക്ക് പോകാം. ഇവിടെ 3D വ്യൂയിലേക്ക് നോക്കുമ്പോൾ കണ്ട കൃത്യമായ രീതിയിൽ ഞാൻ എങ്ങനെയാണോ കട്ട് ചെയ്ത് ആ രീതിയിൽ ഇവിടെ വെർട്ടിക്കലായിട്ട് കട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് ചേഞ്ച് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. ഇപ്പോൾ ഞാൻ 1400 ഇവിടെ കിടക്കുന്നത് 1200 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് ഇവിടെ കീപ്പ് ആവും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിനൊക്കെ മാനുവലായിട്ട് പിടിച്ചു വയ്ക്കാനായിട്ടൊക്കെ സാധിക്കും. അതനുസരിച്ച് ഇവിടെ കട്ട് സംഭവിക്കും. ഓക്കെ, ഇതിപ്പം വെർട്ടിക്കലായിട്ട് മാത്രമാണ് ഇവിടെ കട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഹൊറിസോണ്ടലായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ലെവൽ 1ലേക്ക് പോയി. ലെവൽ 1ലേക്ക് പോയതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ ആർക്കിടെക്ചറിൽ ഇവിടെ കർട്ടൺ ഗ്രിഡ് സെലക്ട് ചെയ്തു. ഓക്കെ, കർട്ടൺ ഗ്രിഡ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് 3D വ്യൂയിലേക്ക് തന്നെ പോവാം, അല്ലെങ്കിൽ എലിവേഷനിലേക്ക് പോവാം. അതല്ലെങ്കിൽ സെക്ഷൻ വ്യൂ എടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഏതാണോ നമുക്ക് പറ്റുന്നത് ആ രീതി ചെയ്യാൻ. അതിനായിട്ട് ഇപ്പോൾ വ്യൂവിൽ വന്നതിന് ശേഷം ഇവിടെ സെക്ഷൻ എടുത്തിട്ട് ഇവിടെ ഒരു സെക്ഷൻ വരച്ചു കൊടുക്കാം. സെക്ഷൻ വരച്ചതിന് ശേഷം വേണമെങ്കിൽ സെക്ഷൻ വ്യൂ എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ ഇതുപോലെ നോക്കാം. ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിനുശേഷം ഞാൻ വീണ്ടും ആർക്കിടെക്ചറിലേക്ക് വന്നു. അതിനുശേഷം ഇവിടെ കർട്ടൺ ഗ്രിഡ് സെലക്ട് ചെയ്തു. കർട്ടൺ ഗ്രിഡ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇതുപോലെ നമുക്ക് കർട്ടൺ വാളിനെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ വെർട്ടിക്കലായിട്ട് ഈ ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്യാൻ കഴിയും. ഹൊറിസോണ്ടലിൽ വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിനെ കട്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഈ ഒരു കർട്ടൺ വാളിനെ നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മൗസ് ഇതിലേക്ക് കൊണ്ടുവരാൻ ടാബ് കൊടുക്കുക. ടാബ് ഓരോ തവണ കൊടുക്കുമ്പോഴും ഇതിപ്പം മൊത്തത്തിലാണ് സെലക്ട് ചെയ്യുക. വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പോർഷനായിട്ട് ഇങ്ങനെ സെലക്ട് ആയി വരും. ഇതിപ്പം ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് കർട്ടൺ വാളിൻ്റെ ഒരു ഗ്ലാസ്സിനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തായിട്ട് ഇനി നോക്കേണ്ടത്, ഓക്കെ, എനിക്ക് ഇനിയിപ്പോൾ ഒരു കർട്ടൺ വാൾ ഞാൻ എടുത്ത് വരയ്ക്കാൻ നേരത്ത് എനിക്ക് അതിനകത്ത് ഡിഫോൾട്ടായിട്ട് തന്നെ ഇതുപോലെ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് കർട്ടൺ ഗ്രിഡും വരണം. ഇവിടെ ഞാനിപ്പോൾ എന്താണ് ചെയ്തത്, ആദ്യം ഒരു കർട്ടൺ വാൾ വരച്ചു, അതിലേക്ക് പിന്നെ കർട്ടൺ ഗ്രിഡ്സ് കൊടുത്തു. നമുക്ക് വേണ്ട രീതിയിൽ ഉള്ള മെഷർമെന്റിൽ ഗ്രിഡുകൾ മാനുവലായിട്ട് കൊടുത്തു. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിഫോൾട്ടായിട്ട് വരുന്നുള്ളത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെവൽ 1ലേക്ക് പോയി. ലെവൽ 1ലേക്ക് പോയതിനു ശേഷം ഞാൻ ഈ ഒരു കർട്ടൺ വാൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയി. എഡിറ്റ് ടൈപ്പിൽ പോയിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഇതിൻ്റെ സൈസ് വെർട്ടിക്കലും ഹൊറിസോണ്ടലും കട്ടാവേണ്ട സൈസ് തന്നെ ഇവിടെ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 500 mm കൊടുത്തു, അതുപോലെ തന്നെ 1000 mm കൊടുത്തു. ഓക്കെ, ശേഷം ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പായി. ഓക്കെ, അതിനുശേഷം ഇവിടെ വെർട്ടിക്കൽ ഗ്രിഡ് എന്നും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഗ്രിഡ് എന്നുള്ള 2 ബോക്സുകൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ലേഔട്ടിനകത്ത് എനിക്ക് ഫിക്സഡ് നമ്പർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുക്കണം. എന്നിട്ട് എനിക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും. ഇവിടെ സ്പേസ് എത്രയാണ് വരേണ്ടത്, അതായത് വെർട്ടിക്കലായിട്ട് എനിക്ക് എത്ര വരണം, 500 mm.
ഓക്കെ, ഞാനൊരു 500 mm കൊടുത്തു. അതുപോലെ ഹൊറിസോണ്ടലായിട്ട് എത്ര വരണം, ഇവിടെ ഞാൻ ഫിക്സഡ് ഡിസ്റ്റൻസ് കൊടുത്തു. അതിനുശേഷം ഇവിടെ 1000 കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഞാൻ ഇനി ഇവിടെ ഒരു വോൾ വരയ്ക്കാൻ പോകണം, കർട്ടൺ വോൾ വരയ്ക്കാൻ പോകണം. എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ 3D വ്യൂയിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇതൊരു പഴയ നമ്മൾ ആദ്യം വരച്ചൊരു കർട്ടൺ വോളാണ്. ഇതിനെ ഡിലീറ്റ് ചെയ്യലായിരുന്നു. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ വരച്ച കർട്ടൺ വോൾ. ഇതിനകത്ത് കേട്ടോ നമുക്ക് പറയാം, വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഇവിടെ കൃത്യമായിട്ട് തന്നെ ആ ഒരു ഡിസ്റ്റൻസിൽ കർട്ടൺ ഗ്രിഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു വോളിൻ്റെ സൈസ് അല്പം ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ പിടിച്ച് അല്പം ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ ഒരു കർട്ടൺ വോളിൻ്റെ സൈസ് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു കർട്ടൺ ഗ്രിഡിൻ്റെ സൈസ് മാറിയിട്ടില്ല, സെയിം സൈസ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കൗണ്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുക പറയാം. അതായത് നമുക്ക് ഇപ്പം ഈ ഒരു സൈസ് മാറിയെന്ന് വെച്ചിട്ട് ഇപ്പം സൈസ് അല്പം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഈ ഒരു സെയിം സൈസ് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ കട്ടിങ്ങിൻ്റെ കൗണ്ട് കുറയും എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ നോക്കാനുള്ളത് ഇപ്പം ഓക്കെ, ഇതിലിപ്പം നമുക്ക് സൈസ് മാനുവലി ചേഞ്ച് കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്, ഇപ്പോൾ ഓൾറെഡി ഈ എഡിറ്റ് ടൈപ്പിനുള്ളിലാണ് നമ്മളിത് ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എഡിറ്റ് ടൈപ്പിനുള്ളിൽ പോയിട്ട് നമ്മൾ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല നമുക്ക് മാനുവലി ഇതിനെ മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. പിന്നെ ഇതിലുള്ളൊരു പ്രോബ്ലം എന്ന് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ 500 mm സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സൈഡിലേക്ക് വരുമ്പം കണ്ടോ ഇവിടെ കുറയും. അതായത് ഇവിടെ ഈക്വലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വരും. അവസാനത്തെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ അല്പം ചെറുതായിരിക്കും. ഇവിടെ നമുക്ക് ഈക്വൽ ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം എന്താണ്, ഈ ഒരു കർട്ടൺ വോളിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു കർട്ടൺ വോളിനെ സെലക്ട് ചെയ്ത് ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയി. എഡിറ്റ് ടൈപ്പിനുള്ളിൽ വന്നതിന് ശേഷം ഇവിടെ വെർട്ടിക്കൽ ഗ്രിഡിനുള്ളിൽ ഇവിടെ ലേഔട്ടിൽ നമ്മൾ നേരത്തെ കൊടുത്തതാണ് ഫിക്സഡ് ഡിസ്റ്റൻസ് ആണ് കൊടുത്തത്. ഇത് മാറ്റിയിട്ട് മാക്സിമം സ്പേസ് എന്നുള്ളത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മാക്സിമം സ്പേസ് എന്ന് പറയുമ്പം അതായത് നോക്കാം, ഇവിടെ ഞാൻ മാക്സിമം ആയി കൊടുക്കുകയാണ്, ഹൊറിസോണ്ടലും മാക്സിമം ആയി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ അപ്ലൈ കൊടുത്തു, ഓക്കെ എടുക്കുമ്പോൾ കണ്ടോ ഇവിടെ മൊത്തത്തിൽ ഇത് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഇപ്പം ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 അതിൻ്റെ മാക്സിമം വരെ ആകാം. അതിൻ്റെ മേളിലേക്ക് പോകാൻ പാടില്ല. അതിനകത്ത് നിർത്തിക്കൊണ്ട് ഈക്വലായിട്ട് കട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹൊറിസോണ്ടലിൽ ഇതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് പറഞ്ഞേക്കുന്നത് എത്രയാണ്, 1000 ആണ്. അപ്പോൾ ഈ 1000 വരെ മാക്സിമം ആകാം. അതിൻ്റെ മേളിലേക്ക് പോകില്ല. അതിനുള്ളിൽ നിർത്തിക്കൊണ്ട് ഈക്വലായിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഈക്വലായിട്ട് തന്നെ ഇതിനെ കട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഡിസ്റ്റൻസ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കാം. ഇപ്പോൾ നോക്കുമ്പം 496.6 mm മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ, ഇപ്പോൾ വെർട്ടിക്കലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 873.6 ആണ്. അതായത് 1000-നുള്ളിലാണ് ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത്. ഹൊറിസോണ്ടലായിട്ട് 500-നകത്തുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമുക്ക് എഡിറ്റ് ടൈപ്പിൽ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മളിവിടെ കൊടുത്തത് എന്താണ്, മാക്സിമം സ്പേസിംഗ് ആണ് കൊടുത്തത്. ഈ മാക്സിമം സ്പേസിംഗ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം സ്പേസിംഗ് കൊടുത്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നെ വേറൊരു ഓപ്ഷൻ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫിക്സഡ് നമ്പർ കൊടുക്കാം. അത് എനിക്ക് ഡിസ്റ്റൻസ് അറിയില്ല, എത്ര ആണ് ഡിസ്റ്റൻസ് വരേണ്ടതെന്നുള്ള എനിക്കറിയില്ല. പക്ഷേ നമ്പർ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫിക്സഡ് നമ്പർ കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെയും കൊടുക്കുകയാണ് ഫിക്സഡ് നമ്പർ. ഓക്കെ, അത് കഴിഞ്ഞ് അപ്ലൈ എടുത്ത് ഓക്കെ എടുത്തു. അതിനുശേഷം ഇവിടെ പ്രോപ്പർട്ടി ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെർട്ടിക്കലിൽ നമുക്കിപ്പം നിലവിലുള്ള 28 നമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, ഞാൻ ഇതിനെ ഒരു 40 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹൊറിസോണ്ടലിൽ ഒരു 5 ആക്കി കൊടുക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നുള്ളത് ഇവിടെ നോക്കുമ്പോൾ ഇത് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിന്റെ കൗണ്ട് കൂടിയിട്ടുണ്ട്. ഇപ്പം മെഷർമെന്റ് അല്ല നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്പറിൽ എത്ര ഇപ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് നോക്കാം. ഇപ്പോൾ ഹൊറിസോണ്ടലിലാണെങ്കിൽ 582.4 mm ഡിസ്റ്റൻസിലാണ് ഈ ഒരു കർട്ടൺ ഗ്രിഡ് വന്നിരിക്കുന്നത്. വെർട്ടിക്കൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 351.2 mm കർട്ടൺ ഗ്രിഡ് വന്നിരിക്കുന്നത്. ഓക്കെ, കർട്ടൺ വോളിനെ കുറിച്ചിട്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ നോക്കാനുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ